ട്രെയിനിലുണ്ടായിട്ടുള്ള ഈ ഒരു ക്രൂരമായിട്ടുള്ള അക്രമം പല പ്രാവശ്യം കേന്ദ്ര റെയിൽവേ വകുപ്പിനെയൊക്കെ തന്നെ നമ്മൾ അറിയിച്ചതാണ്. റെയിൽവേ യാത്രക്കാർക്ക് സുരക്ഷിതത്വം ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ജാഗ്രത വേണമെന്ന് മുൻപ് മുതലേ നമ്മൾ ആവശ്യപ്പെടുക. കൊള്ളയടിക്കുന്ന പരാതികൾ എന്നും വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ട്രെയിനുകളിൽ ആവശ്യമായിട്ടുള്ള ഫോഴ്സിനെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇതേവരെ അത് കൃത്യമായി നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വളരെ കുറവായിരുന്നു. രാജ്യത്തിന് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ ധാരാളം നടക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അപൂർവമായിട്ടാണ്. മുമ്പ് ഷൊർണൂരിൽ നടന്നൊരു സംഭവം കോന്നുചാമിയുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്നെ അറിയാം. അതേ രീതിയിലേക്കാണ് വീണ്ടും ട്രെയിനുകളിൽ അപകടം അല്ലെങ്കിൽ ഇത്തരത്തിൽ അക്രമങ്ങൾ നടക്കുന്നത്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര റെയിൽവേ വകുപ്പിന്റെ തന്നെയാണ്. കേരളം ഈ കാര്യത്തിൽ നിരവധി തവണ അഭ്യർത്ഥന നടത്തിയിട്ടും കത്തുകൾ എഴുതിയിട്ടും മെയിലുകൾ അയച്ചിട്ടും ഒന്നും തന്നെ നടപടി ഉണ്ടായിട്ടില്ല. ശരിയായ രീതിയല്ല. ട്രെയിൻ യാത്രക്കാർക്ക് ആവശ്യമായുള്ള സുരക്ഷിതത്വം നൽകാൻ റെയിൽവേ തയ്യാറാവും. ഇപ്പോ ധാരാളം അപകടങ്ങൾ ഈ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ റെയിൽവേയുടെ പരിഷ്കാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ റെയിൽ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് റെയിൽവേ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്നില്ല. അതിൽ മാറ്റമുണ്ടാവണം. കേരളത്തിൽ ഇത്തരത്തിൽ അക്രമങ്ങൾ സാധാരണ നമ്മളാരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, നമ്മൾ അനുവദിക്കുന്നില്ല. അപ്പോൾ അതിൽ RPF ജാഗ്രത പുലർത്തണം. അതിനുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കാൻ ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ മന്ത്രി അതിന് തയ്യാറാവണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മന്ത്രി പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കൃത്യമായ ഒരു RPF വിന്യാസം ഒന്നും കാണുന്നില്ല, ഒരു പേരിന് മാത്രമാകുക പലയിടത്തും. അതെ, ഇത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മാസം മുമ്പാണ് ഒരു കോച്ചിൽ 15 മൊബൈൽ ഫോൺ ഒന്നിച്ചു കളവ് പോയി. അതിന് പരാതി കിട്ടി, നമ്മളത് ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചു. ഇതിനു മുമ്പും ഈ തട്ടിപ്പറി, സ്വർണം മാലക്കവരൻ, ഇങ്ങനത്തെ കുറെ കേസുകളുണ്ട്. ഇന്നലെ നടന്ന സംഭവം അതിക്രൂരമാണ്, പൈശാചികമാണ്, അനുവദിക്കാൻ കഴിയുന്നതല്ല. അവര് ടിക്കറ്റ് എടുത്ത് സ്വതന്ത്രമായി യാത്ര ചെയ്യുന്ന ഒരു യുവതിക്കെതിരായിട്ട് അക്രമങ്ങൾ നടത്തുക, രണ്ടാമത്തെ യുവതിയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുക. ഇതിന്റെ ഒക്കെ കുറവ് എന്തെന്ന് വെച്ചാൽ ഇപ്പോ അതിൽ തന്നെ പറയുന്നു, ഈ അപകടം നടന്ന് ഒരു RPF-നെ തെരഞ്ഞെടുക്കില്ല. പിന്നീട് എത്രയോ ദൂരം സഞ്ചരിച്ചതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട RPF വരുന്നത്, നടപടികൾ. ഇത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഈ കാര്യങ്ങൾ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ അറിയിക്കും. നടക്കുമ്പോൾ വലിയ തോതിലുള്ള നിസ്സംഗത റെയിൽവേയുടെ ഭാഗത്തുനിന്നാണ്. കുറച്ചടക്കം നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൽ എന്താണ് നോക്കൂ, റെയിൽവേ ആലോചിക്കുന്ന ജനങ്ങളെ ഇത്തരത്തിൽ കൊള്ളയടിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ മലയാളികൾ തന്നെ ഡൽഹി പോലുള്ള അന്യ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ പരസ്യമായി കൊള്ളയടിക്കുകയാണ്. കമ്പാർട്ട്മെന്റുകളിൽ അവരുടെ ബാഗുകൾ, വാച്ചുകൾ, മൊബൈൽ ഫോണുകൾ തട്ടിപ്പറിച്ചു കൊടുക്കുന്ന ധാരാളം സംഭവങ്ങളുണ്ട്. പക്ഷെ ഇവിടെ അത് അനുവദിക്കാൻ കഴിയും. ചില സംസ്ഥാനങ്ങളിൽ അവർ നോട്ടെ. ഇവിടെ റെയിൽവേയുടെ ഇത്തരത്തിലുള്ള നടപടി അത് കൃത്യമായി ഫോഴ്സിനെ വിന്യസിക്കാൻ തയ്യാറാണ്. നിരീക്ഷണം ശക്തപ്പെടുത്തണം. ഇപ്പോ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും CCTV വെക്കുമെന്ന് മുമ്പ് അറിയിച്ചിട്ടായിരുന്നു. പക്ഷെ അതിന്റെ പുരോഗമനമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അത് എത്ര കണ്ട് പുരോഗമിച്ചു എന്നൊന്നും നമുക്കൊരു വിവരവും ഇല്ല. പക്ഷെ ഇതിന് റെയിൽവേയുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാവണമെന്നാണ് ശക്തമായി നമുക്ക് ആവശ്യപ്പെടുന്നത്. ധാരാളമായി നമുക്ക് റെയിൽവേയിൽ നമ്മുടെ കേരള പോലീസ് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട കുറെ സമയം അതിന്റെ ചെക്കിംഗ് നടത്തിയ സമയത്ത് ധാരാളം കേസുകൾ പിടിച്ചെടുക്കാൻ കഴിയും. ഇത് റെയിൽവേയുടെ പരിധിയിൽ ചെയ്യേണ്ട RPF ആണ്. അവിടെ നമ്മുടെ പോലീസിന് പോയി നടപടി എടുക്കുന്ന കാര്യത്തിൽ കുറെ നിയമ തടസ്സങ്ങളുണ്ട്. അപ്പൊ അവര് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ RPF-ന്റെ അവരുടെ പ്രവർത്തനം ശക്തമാക്കണം. ലഹരി ആയാലും മറ്റുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങളായാലും ഇതിനൊക്കെ തന്നെ ശക്തമായ നടപടി കൈക്കൊള്ളാൻ റെയിൽവേ വകുപ്പ് തയ്യാറാണ്. യാത്രക്കാരുടെ ചാർജ് എത്ര വർദ്ധിപ്പിച്ചു? വലിയ ചാർജാണ് വർദ്ധിപ്പിച്ചത് എല്ലാ ട്രെയിനുകളിലും. തത്കാൽ, സൂപ്പർ തത്കാൽ, അങ്ങനെ വിവിധ പേരുകളിലാണ് ഈ പണം മുഴുവൻ കൂട്ടി വാങ്ങുന്നത്. അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ റെയിൽവേയിൽ നൽകണം. അപ്പൊ ജനങ്ങളുടെ സുരക്ഷിതത്വം, യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാണ്, കേന്ദ്ര റെയിൽവേ വകുപ്പ് തയ്യാറാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടത്. തീർച്ചയായും നമ്മൾ ഈ സംഭവവികാസങ്ങൾ രാവിലെ തന്നെ നമ്മൾ അയച്ചിട്ടുണ്ട്. അതിന്റെ ഫോട്ടോകൾ, റിപ്പോർട്ട് സഹിതം നമ്മൾ അയച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് വന്ദേഭാരത് പോലുള്ള ട്രെയിനുകളിൽ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ കൃത്യമായി തന്നെ അറിയിച്ചു. എല്ലാ പത്രക്കുറിപ്പുകളടക്കം അദ്ദേഹത്തിന് ഏൽപ്പിച്ചു. ഇപ്പൊ അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, നല്ല ഭക്ഷണം കൊടുത്തു. അതേപോലെ ഈ കാര്യത്തിലും അദ്ദേഹം
അറിയണം അദ്ദേഹം ഇത് ഈ കാര്യത്തിൽ നടപടിയെടുക്കും. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇതിന് നടപടി എടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ഇപ്പൊ ഇത്തരത്തിലുള്ള സംഭവം നടന്നാൽ ഇനി അങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ പിന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാവും. കേന്ദ്ര റെയിൽവേ മന്ത്രി അദ്ദേഹം ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. പക്ഷെ ഈ കാര്യത്തിൽ വലിയ പ്രതിഷേധം